ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് കുപ്രസിദ്ധ കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീൻ ലോകത്തിലെ പ്രമുഖരെ വിറപ്പിക്കുകയാണ്. എപ്സ്റ്റീനെ മരിച്ച നിലയിൽ ജയിലിൽ കണ്ടെത്തുകയായിരുന്നു. തൂങ്ങി മരിച്ച നിലയിലാണ് എപ്സ്റ്റീനെ കണ്ടെത്തിയത്. എന്നാൽ ഇതൊരു തൂങ്ങി മരണമല്ലെന്നും അതൊരു കൊലപാതകമാകാനാണ് സാധ്യതയെന്നുമാണ് ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീന്റെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപ്പെടുത്തിയതാകാമെന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാനാണ് സാധ്യതയെന്നാണ് പതോളജിസ്റ്റായ ഡോക്ടർ മൈക്കൽ ബാഡന്റെ വെളിപ്പെടുത്തൽ. എപ്സ്റ്റീന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിരീക്ഷിച്ച ഡോക്ടറാണ് ബാഡൻ. 2019 ജയിലിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ എപ്സ്റ്റീന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. എപ്സ്റ്റീന്റെ കഴുത്തിലുണ്ടായ പരിക്കുകൾ തൂങ്ങി മരണത്തിൽ സംഭവിച്ചതാകാൻ സാധ്യതയില്ലെന്നും ഡോക്ടർ പറയുന്നു. കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞ രീതി പരിശോധിക്കുമ്പോൾ അത് ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ദ ടെലഗ്രാഫിന് അനുവദിച്ച അഭിമുഖത്തിൽ ബാഡൻ പറയുന്നു. ഒരു കെട്ടുകഥ പോലെ ജെഫ്രി എപ്സ്റ്റീൻ നിരന്തരം വാർത്തകളിൽ ഇടം പിടിക്കുന്നു. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന കുപ്രസിദ്ധൻ? എന്താണ് എപ്സ്റ്റീൻ ഫയൽസ്? സിനിമാ കഥയെ വെല്ലുന്നതാണ് എപ്സ്റ്റീൻ്റെ ജീവിതം. അമേരിക്കയിലെ ബ്രൂക്ലിനിലെ സ്കൂൾ അധ്യാപകരിൽ നിന്ന് കോടീശ്വരന്മാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറിയ ഒരു സസ്പെൻസ് ത്രില്ലറിനെ വെല്ലുന്ന ജീവിതമാണത്. കരീബിയനിലെ ഒരു സ്വകാര്യ ദ്വീപ് എപ്സ്റ്റീൻ്റെ വൈകൃതങ്ങളുടെ കേന്ദ്രമായി മാറി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അവിടെ എത്തിച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കി. 2005 ഈ ക്രൂരതകൾ പുറത്തു വന്നത്. കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ എപ്സ്റ്റീനെ 2019 ഓഗസ്റ്റ് 10 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ലൈംഗിക കുറ്റവാളിക്കെതിരെ US അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എപ്സ്റ്റീൻ ഫയൽസ് വിവാദ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ചു. 30 ലക്ഷത്തിലേറെ പേജുകൾ, 2000-ലധികം വീഡിയോകൾ, 2 ലക്ഷത്തോളം ഫോട്ടോകൾ, അവയിൽ ട്രംപും ക്ലിൻ്റനും മൈക്കിൾ ജാക്സണും ഉൾപ്പെടെയുള്ള VVIPകളുടെ പേരുകൾ. ട്രംപുമായി തെറ്റിപ്പിരിഞ്ഞ ഇലോൺ മസ്ക് ഉന്നയിച്ച ആരോപണമാണ് എപ്സ്റ്റീൻ ഫയൽസിനെ വിവാദമാക്കിയത്. എപ്സ്റ്റീൻ നടത്തിയ ബാലപീഡനങ്ങളിൽ ട്രംപിനും പങ്കുണ്ടെന്നായിരുന്നു മസ്കിൻ്റെ ആരോപണം. പ്രതിപക്ഷം മസ്കിൻ്റെ ആരോപണം ഏറ്റെടുത്തു. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രേഖകൾ പുറത്തുവിട്ടത്. അതിനിടെ എപ്സ്റ്റീൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. കാനിബാൾ എന്ന വാക്ക് 52 തവണ എപ്സ്റ്റീൻ ഫയലുകളിലെ ഇമെയിലുകളിലും മറ്റ് രേഖകളിലും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. തുടർന്നാണ് എപ്സ്റ്റീൻ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാംസം ഭക്ഷിച്ചെന്ന പ്രചാരണം വ്യാപിക്കുന്നത്.